വർഗീയതയുടെ ആക്രമണങ്ങൾക്ക് മുന്നിൽ ഇടതുപക്ഷം തളരില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വർഗീയതയുടെ വളർച്ച കർണാടകയുടെ പുരോഗമന പാരമ്പര്യത്തിന് മങ്ങലേൽപ്പിക്കുന്നുവെന്നും പിണറായി. കർണാടകയിലെ ബഗേപ്പള്ളിയിൽ സിപിഎം മഹാറാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ എല്ലാ വിഘടന വിഭജനവാദത്തെയും മുന്നിൽ നിന്ന് നയിക്കുന്നത് RSSും സംഘപരിവാറുമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്യത്തിന്റെ ചരിത്രം തിരുത്താൻ പല ഭാഗങ്ങളിൽ നിന്നും ശ്രമങ്ങൾ നടക്കുന്നതായും മുഖ്യമന്ത്രി. വികസനത്തിൽ രാജ്യത്തിന് മാതൃകയായ കേരളത്തെ തകർക്കാൻ കേന്ദ്രം ശ്രമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കർണാടകയിലെ ബഗേപ്പള്ളിയിൽ CPM സംഘടിപ്പിച്ച റാലിയിൽ പൊതുസമ്മേളനത്തിലും സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രി ബസവരാജ ബൊമ്മയുമായി കൂടിക്കാഴ്ച നടത്തി. ബംഗളൂരുവിൽ കർണാടക മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ കൃഷ്ണയിലായിരുന്നു കൂടിക്കാഴ്ച. വിവിധ ഗതാഗത പദ്ധതികളിൽ കൂടിക്കാഴ്ചയിൽ ധാരണയായി. അസാധാരണ നീക്കവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഗവർണറുടെ വാർത്താ സമ്മേളനം നാളെ 11:45 രാജ്ഭവനിൽ. കേരള സർക്കാരിനെതിരെ കേന്ദ്രത്തെ സമീപിക്കുമെന്ന പുതിയ ഭീഷണിയുമായി ഗവർണർ. ചാൻസലർ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ കത്തിന്റെ തെളിവുകൾ നാളെ പുറത്തുവിടുമെന്നും ഗവർണർ. ഗവർണർക്കെതിരെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കാൻ നോക്കണ്ട. ഗവർണർ തെളിവ് പുറത്തുവിട്ടാൽ മറുപടിയും നാളെ തന്നെ നൽകുമെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. $25 കോടിയുടെ ഓണം ബമ്പർ തിരുവനന്തപുരം സ്വദേശി അനൂപിന്. രണ്ടാം സമ്മാനമായ 5 കോടി കോട്ടയത്ത് വിറ്റ ടിക്കറ്റിന്. ചണ്ഡീഗഡ് സർവകലാശാല ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പുറത്താക്കിയ സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. ദൃശ്യം പ്രചരിപ്പിച്ച യുവാവാണ് അറസ്റ്റിലായത്. ഉത്തർപ്രദേശിലെ ലഖിംപൂർ ഖേരിയിൽ വീണ്ടും കൊലപാതകം. 2 യുവാക്കളുടെ ആക്രമണത്തിൽ 20 വയസ്സുള്ള യുവതിയാണ് മരിച്ചത്. യുവതി പീഡനത്തിന് ഇരയായെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ED രജിസ്റ്റർ ചെയ്ത കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മാധ്യമപ്രവർത്തകൻ സിദ്ദിഖ് കാപ്പന്റെ ജാമ്യാപേക്ഷ ലക്നൌ കോടതി നാളെ പരിഗണിക്കും. ഈ കേസിൽ കൂടി ജാമ്യം ലഭിച്ചാൽ കാപ്പന് ജയിൽ മോചിതനാകാം. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര ആലപ്പുഴയിൽ. 2ാം ദിനത്തിൽ രാഹുൽ ഗാന്ധി കർഷകരുമായി കൂടിക്കാഴ്ച നടത്തി. സംഘപരിവാർ ഉയർത്തുന്ന വെല്ലുവിളികളൊന്നും ചർച്ച ചെയ്യാതെയാണ് ഭാരത് ജോഡോ യാത്ര കടന്നുപോകുന്നതെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. യാത്ര ഓരോ സംസ്ഥാനത്തിന്റെയും പ്രാദേശിക രാഷ്ട്രീയത്തിലാണ് കേന്ദ്രീകരിക്കുന്നതെന്നും MA ബേബി പറഞ്ഞു. രാഹുൽ ഗാന്ധി AICC പ്രസിഡന്റ് ആകണമെന്ന ഐകകണ്ഠ്യേന പ്രമേയം പാസാക്കി രാജസ്ഥാൻ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി. രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിന്റെ നിർദ്ദേശപ്രകാരമാണ് ജയ്പൂരിൽ ചേർന്ന യോഗത്തിൽ പ്രമേയം പാസാക്കിയത്. മുസ്ലിം ലീഗിൽ വീണ്ടും പോരുമുറുകുന്നു. നേതൃത്വത്തെ അടച്ചാക്ഷേപിച്ച തനിക്കെതിരെ നടപടിയുണ്ടാവില്ലെന്ന് പരോക്ഷ സൂചന നൽകി KM ഷാജി. മെഡിക്കൽ കോളേജ് ആക്രമണത്തിൽ പ്രതി ചേർക്കപ്പെട്ടവർക്കെതിരെ നിയമാനുസൃത നടപടിക്ക് CPIM എതിരല്ലെന്ന് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനൻ മാസ്റ്റർ. ഒറ്റപ്പെട്ട ചില പോലീസ് ഉദ്യോഗസ്ഥർ സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുന്നതായും മോഹനൻ മാസ്റ്റർ പറഞ്ഞു. തിരുവനന്തപുരം നഗരസഭാ പരിധിയിലെ വളർത്തുനായ്ക്കൾക്കായുള്ള വാക്സിനേഷൻ ക്യാമ്പിന് തുടക്കമായി. വട്ടിയൂർക്കാവ് മൃഗാശുപത്രിയിൽ നടന്ന ചടങ്ങിൽ മേയർ ആര്യ രാജേന്ദ്രൻ വാക്സിനേഷൻ ഡ്രൈവ് ഉദ്ഘാടനം ചെയ്തു. തെരുവുനായ ശല്യവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിലെ കേസിൽ കക്ഷി ചേരാനൊരുങ്ങി കോട്ടയം ജില്ലാ പഞ്ചായത്ത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് പുറമെയാണ് കോട്ടയം ജില്ലാ പഞ്ചായത്തും കേസിൽ കക്ഷി ചേരുന്നത്. അട്ടപ്പാടി മധു വധക്കേസിൽ അമ്മയെയും സഹോദരിയെയും നാളെ വിസ്തരിക്കും. കഴിഞ്ഞ ദിവസം മൊഴി മാറ്റി പറഞ്ഞ 36ാം സാക്ഷി അബ്ദുൾ ലത്തീഫിനെ വീണ്ടും വിസ്തരിക്കാൻ പ്രോസിക്യൂഷൻ അപേക്ഷ നൽകി. വാക്കുതർക്കത്തിനിടയിൽ
മധ്യവയസ്കൻ മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ട കേസിൽ പ്രതി അറസ്റ്റിൽ. കോഴിക്കോട് ഫറോക്ക് നല്ലൂർ ചനക്കൽ സുധീഷ് കുമാർ എന്ന മണ്ണെണ്ണ സുധിയാണ് പിടിയിലായത്. കൊച്ചിയിൽ കൊറിയർ വഴിയുള്ള ലഹരിക്കടത്ത് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി പി ഷംസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. പത്തനംതിട്ടയിൽ യുവതിയുടെ കൈപ്പത്തി ഭർത്താവ് വെട്ടിമാറ്റിയ കേസിൽ ഭർത്താവ് അറസ്റ്റിൽ. പ്രതിയെ ഭാര്യ വിദ്യയുടെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇരുവരുടെയും വിവാഹമോചന കേസ് കോടതിയിൽ നടക്കുന്നതിനിടെയാണ് സംഭവം. സ്കൂട്ടറിൽ പോകുമ്പോൾ കാട്ടുപന്നി ആക്രമണം. തിരുവനന്തപുരത്ത് അമ്മയ്ക്കും മകൾക്കും പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റ അഡ്വക്കേറ്റ് മിനിയെയും മകളെയും കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിളപ്പിൽ വെള്ളനാട് മിത്രനികേതൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന മലേഷ്യൻ ആയോധന കലയായ പെൻകാക് സിലാറ്റിന്റെ 5ാമത് സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ കോഴിക്കോട് ജില്ല ചാമ്പ്യന്മാർ. മലപ്പുറം ഫസ്റ്റ് റണ്ണറപ്പും കോട്ടയം സെക്കൻഡ് റണ്ണറപ്പുമായി. ലൈഫ് 3ാം ഘട്ടത്തിന് 1.68 കോടി വകയിരുത്തി. കിളിമാനൂർ പഴയകുന്നുമേൽ പഞ്ചായത്തിൽ നിർധന ഭവനരഹിതർക്ക് വീടൊരുക്കുന്ന ലൈഫ് 3ാം ഘട്ടം നടപ്പാക്കാനാണ് തുക വകയിരുത്തിയത്. കൊട്ടാരക്കര ബൈപ്പാസിൽ KSTP വക ഭൂമി കയ്യേറി നടത്തിയ നിർമ്മാണം പഴകുന്നുമേൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തടഞ്ഞു. ഭൂമിയിലെ മരങ്ങൾ ഉൾപ്പെടെ മുറിച്ചുമാറ്റാൻ ശ്രമം നടത്തിയിരുന്നു. ഓട്ടോ ഡ്രൈവറെ ആക്രമിച്ച് സ്വർണമാലയും പണവും കവർന്ന 3 പേർ അറസ്റ്റിൽ. സവാരിക്ക് വിളിച്ചായിരുന്നു ആക്രമണം. മങ്കയം പമ്പ് ഹൌസിന് സമീപമെത്തിയ മ്ലാവിനെ തെരുവുനായ്ക്കൾ ആക്രമിച്ചു. നാട്ടുകാർ നായ്ക്കളെ കല്ലെറിഞ്ഞോടിച്ചതോടെ മ്ലാവ് സമീപത്തെ ആറ്റിലിറങ്ങി വനത്തിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. മുതൽ 26 വരെ നെടുമങ്ങാട് നടക്കുന്ന കേരള കർഷക സംഘം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് അഗ്രിഫെസ്റ്റ് 2022 കാർഷിക വ്യാവസായിക വിജ്ഞാന വിനോദ പ്രദർശനമേളയ്ക്ക് തുടക്കമായി. കല്ലിങ്ങൽ ഗ്രൗണ്ടിൽ മന്ത്രി വി ശിവൻകുട്ടി മേള ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഒഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികൾക്കും തൊഴിലാളികൾക്കും നഷ്ടപരിഹാരം നൽകുക, നഷ്ടപരിഹാര തുക നൽകുന്നതിനുള്ള നിബന്ധനകൾ ലഘൂകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള വ്യാപാര വ്യവസായ സമിതി ബാലരാമപുരം യൂണിറ്റ് ധർണ നടത്തി. CPIM ഏരിയ സെക്രട്ടറി പാറക്കുഴി സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരള കർഷക സംഘം കൊല്ലം ജില്ലാ സമ്മേളനത്തിന് കരുനാഗപ്പള്ളി ടൗൺ ക്ലബിലെ D ബാലചന്ദ്രൻ നഗറിൽ തുടക്കമായി. ജില്ലാ പ്രസിഡന്റ് ബിജു കെ മാത്യു പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന നടപടികൾക്ക് തുടക്കമായത്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ജില്ലയിൽ ഏറ്റെടുത്ത ഭൂമിയിൽ ഇനിയും ഒഴിയാത്ത കടകൾ തിങ്കളാഴ്ച മുതൽ കരാർ കമ്പനികൾ പൊളിച്ചുമാറ്റും. നഷ്ടപരിഹാര തുക കൈമാറിയതിനെ തുടർന്ന് സർക്കാരിന്റെ ഉടമസ്ഥതയിലായ ഭൂമി ചില ഉടമകളും വാടകക്കാരായ വ്യാപാരികളും ഒഴിഞ്ഞുകൊടുക്കാനുണ്ട്. പുനലൂർ മുനിസിപ്പാലിറ്റിയിൽ വളർത്തുമൃഗങ്ങൾക്കുള്ള പേവിഷ പ്രതിരോധ വാക്സിനേഷൻ ഭരണിക്കാവ് വാർഡിൽ തുടക്കമായി. PS സുബാൽ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. തെരുവുനായ ശല്യം നേരിടാൻ കൊല്ലം ജില്ലയിൽ നടപടികൾ പൂർത്തിയായി. ജില്ലാ പഞ്ചായത്തും മൃഗസംരക്ഷണ വകുപ്പും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയിൽ വളർത്തുനായ്ക്കൾക്ക് പേവിഷ പ്രതിരോധ കുത്തിവയ്പ് നൽകാനുള്ള മാസ് ഡ്രൈവ്, സ്പോട്ട് വാക്സിനേഷൻ, ജനന നിയന്ത്രണ ശസ്ത്രക്രിയാ ക്യാമ്പുകൾ, അലഞ്ഞുതിരിയുന്ന നായ്ക്കൾക്കായുള്ള അഭയകേന്ദ്രം എന്നിവയാണ് ഒരുക്കുന്നത്. പത്ത് വയസ്സുള്ള ബന്ധുവായ പെൺകുട്ടിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പ്രതിക്ക് 12 വർഷം കഠിന തടവും 1.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ. പൊറ്റാശ്ശേരി കുമ്പളം ചൊല സ്വദേശി ജോർജിനെയാണ് പട്ടാമ്പി ഫസ്റ്റ് ട്രാക്ക് പ്രത്യേക കോടതി ശിക്ഷിച്ചത്. ബന്ധുവായ പെൺകുട്ടിയെ പീഡിപ്പിച്ച പ്രതിക്ക് 15 വർഷം കഠിന തടവും 1.5 ലക്ഷം രൂപ പിഴയും.
പെറ്റാശ്ശേരി കല്ലമല്ല തങ്കപ്പനെയാണ് പാലക്കാട് ഫസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ശിക്ഷിച്ചത്. RSS പ്രവർത്തകൻ ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിൽ ഒരു പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ കൂടി അറസ്റ്റിൽ. പ്രതികളെ ഒളിവിൽ പാർപ്പിച്ച ഗൂഢാലോചനയിലും പങ്കുള്ള മലപ്പുറം സ്വദേശി സിറാജാണ് അറസ്റ്റിലായത്. CPIM പാലക്കാട് ജില്ലാ പഠന ക്ലാസിന് മുണ്ടൂരിൽ തുടക്കം. 18, 19, 20 തീയതികളിൽ മുണ്ടൂരിൽ യുവക്ഷേത്ര കോളേജിലാണ് ക്ലാസ്. അട്ടപ്പാടി, മണ്ണാർക്കാട്, മുണ്ടൂർ, ശ്രീകൃഷ്ണപുരം, ഒറ്റപ്പാലം, ചെറുപ്പളശ്ശേരി, പട്ടാമ്പി, തൃത്താല എന്നീ ഏരിയകളിലെ പ്രതിനിധികൾ ക്ലാസിൽ പങ്കെടുക്കും. അശരണർക്ക് ചികിത്സയേകാനുള്ള കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ വി കെയർ ജീവകാരുണ്യ പദ്ധതിയിൽ നാഷണൽ സർവീസ് സ്കീമും നാഷണൽ കേഡറ്റ് കോർപ്പും കൈകോർക്കുന്നു. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ആർ ബിന്ദു ഇരിഞ്ഞാലക്കുട സെന്റ് ജോസഫ് കോളേജിൽ നിർവഹിച്ചു. സഞ്ചാരികൾക്ക് പുത്തൻ യാത്രാനുഭവം പകരാൻ ജലഗതാഗത വകുപ്പിന്റെ അത്യാധുനിക പാസഞ്ചർ കം ടൂറിസം ബോട്ട് റെഡി. ഗതാഗത മന്ത്രി ആന്റണി രാജു പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ മാസം അവസാന ആഴ്ചയോടെ പദ്ധതി സർവീസ് ആരംഭിക്കും. പുന്നമടയിൽ സഞ്ചാരികളുമായി പോയ പുരവഞ്ചിയിൽ വെള്ളം കയറി. വള്ളത്തിലുണ്ടായിരുന്ന തമിഴ്നാട് സ്വദേശികളായ 23 പേരെയും അഗ്നിരക്ഷാസേന രക്ഷിച്ചു. അച്ഛന്റെ സാമ്രാജ്യത്തിലേക്ക് മകന്റെ എൻട്രി. കരൺ അദാനി ACC ലിമിറ്റഡ് ചെയർമാനാകുന്നു. 35-കാരനായ കരൺ അദാനി നിലവിൽ അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോണിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. കർണാടക ചിക്കബല്ലാപൂർ ദേശീയപാത 44-ൽ നിയന്ത്രണം വിട്ട ലോറി വാഹനങ്ങളിലേക്ക് പാഞ്ഞുകയറി. അപകടത്തിൽ ഗർഭസ്ഥ ശിശു അടക്കം 3 പേർ മരിച്ചു. സംഭവത്തിൽ മറ്റ് 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഛത്തീസ്ഗഡ് കോർബ ദേശീയപാതയോരത്തെ കുഴിയിലേക്ക് കുട്ടിയാന വീണു. യന്ത്രത്തുമ്പിക്കൈ സഹായത്തോടെ കുട്ടിയാനയെ വനപാലകരും പോലീസും ചേർന്ന് രക്ഷപ്പെടുത്തി. സ്ത്രീയായിരുന്നുവെന്ന സത്യം മറച്ചുവെച്ച ഭർത്താവ് യുവതിയെ വഞ്ചിച്ചതായി പരാതി. ഗുജറാത്തിലെ വഡോദര സ്വദേശിയായ 40-കാരിയാണ് ഭർത്താവിനെതിരെ പരാതിയുമായി ഗോത്രി പോലീസിനെ സമീപിച്ചത്. ജോൺസൺ ആൻഡ് ജോൺസൺ ബേബി പൗഡറിന്റെ ലൈസൻസ് റദ്ദാക്കി മഹാരാഷ്ട്ര ഫുഡ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷൻ. പൊതുജനാരോഗ്യ താൽപര്യപ്രകാരമാണ് നടപടി. മാലിന്യ സംസ്കരണ മാനദണ്ഡങ്ങൾ ലംഘിച്ചു. രാജസ്ഥാൻ സർക്കാരിന് 3000 കോടി രൂപ പിഴ. ഖരദ്രാവക മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിൽ സർക്കാർ വീഴ്ച വരുത്തിയെന്നും അതുവഴി പരിസ്ഥിതിക്ക് ദോഷം വരുത്തിയെന്നും ആരോപിച്ചാണ് ദേശീയ ഹരിത ട്രൈബ്യൂണൽ രാജസ്ഥാൻ സർക്കാരിന് പിഴ ചുമത്തിയത്. വഴിയരികിൽ ചാക്കിൽ കെട്ടി ഉപേക്ഷിച്ച തെരുവ് നായ്ക്കളെ അസം പോലീസ് രക്ഷപ്പെടുത്തി. അസമിലെ ഗോലാഘട്ടിലാണ് സംഭവം. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കെട്ടിടത്തിലേക്ക് അതിക്രമിച്ചു കയറാൻ ശ്രമിച്ച യുവാവ് അറസ്റ്റിൽ. നോർത്ത് ബ്ലോക്കിലെ MHA കെട്ടിടത്തിലേക്കാണ് ആകാശ് കുമാർ സിൻഹ എന്നയാൾ അതിക്രമിച്ചു കടക്കാൻ ശ്രമിച്ചത്. മഹാരാഷ്ട്ര ഗവർണറുടെ വസതിയായ രാജ്ഭവനിലും കയറി മോഷ്ടാക്കൾ. 6 ചന്ദനമരങ്ങളാണ് രാജ്ഭവനിൽ നിന്ന് മുറിച്ചു കടത്തിയത്. രണ്ടര വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അസം അതിർത്തിയിലെ ഇന്ത്യ ഭൂട്ടാൻ അതിർത്തി കവാടങ്ങൾ വിനോദസഞ്ചാരികൾക്കായി വീണ്ടും തുറക്കുന്നു. സെപ്റ്റംബർ 23 മുതലാണ് ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിൽ വീണ്ടും സഞ്ചാരികളെ അനുവദിക്കുക. കോവിഡ് കേസുകളുടെ എണ്ണം കുറഞ്ഞ സാഹചര്യത്തിലാണ് നടപടി. ശ്രീലങ്കയിൽ നടന്ന ഈസ്റ്റർ ഭീകരാക്രമണ കേസിൽ മുൻ പ്രസിഡന്റ് മൈത്രിപാല സിരിസേനയെ പ്രതിയാക്കി കോടതി. സിരിസേനയോട് ഒക്ടോബറിൽ ഹാജരാകണമെന്നും കോടതി നിർദ്ദേശം. എലിസബത്ത് രാജ്ഞിയുടെ സംസ്കാരത്തിൽ പങ്കെടുക്കാൻ ചൈനീസ് വൈസ് പ്രസിഡന്റും. സെപ്റ്റംബർ 19 തിങ്കളാഴ്ചയാണ് സംസ്കാരം നടക്കുക. എലിസബത്ത് രാജ്ഞിയുടെ സംസ്കാരം സൗദിയിൽ മനുഷ്യാവകാശ പ്രചാരകരുടെ പ്രതിഷേധം ശക്തം. സൗദി അറേബ്യയുടെ കിരീടാവകാശിയും യഥാർത്ഥ ഭരണാധികാരിയുമായ മുഹമ്മദ് ബിൻ സൽമാന് രാജ്ഞിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ബ്രിട്ടന്റെ ക്ഷണം ലഭിച്ചതിനെ തുടർന്നാണ് പ്രതിഷേധം.
കൊടുങ്കാറ്റ് ഭീഷണിയെ തുടർന്ന് ജപ്പാനിലെ ലക്ഷക്കണക്കിന് ആളുകളോട് വീടൊഴിയാൻ മുന്നറിയിപ്പ്. മണിക്കൂറിൽ 270 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും 24 മണിക്കൂറിൽ ചില പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്നും ജപ്പാൻ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ഐസ്ലാൻഡിലുടനീളം എക്കാലത്തെയും വേഗതയേറിയ സോളോ ഓട്ടം പൂർത്തിയാക്കിയത് 51-കാരനായ ഗ്ലെൻ ബാഡ്ലിയാണ്. ഐസ്ലാൻഡിന്റെ വടക്കു മുതൽ തെക്കേ അറ്റം വരെ 460 മൈൽ അദ്ദേഹം ഓടി. 10 ദിവസവും 11 മണിക്കൂറും 26 മിനിറ്റും കൊണ്ട് പ്രൊജക്ട് ഐസ്മാൻ പൂർത്തിയാക്കുകയാണ് അദ്ദേഹം. ഡമാസ്മസ് വിമാനത്താവളത്തിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടതായി സിറിയ. ഇറാൻ സൈന്യത്തെയും സൈനിക ആസ്തികളെയും ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നും സിറിയ. വ്ളാഡിമിർ പുടിന് യുക്രൈനെ പൂർണ്ണമായും കീഴടക്കാനാകില്ലെന്ന US മിലിറ്ററി ഇന്റലിജൻസ്. റഷ്യ യുക്രൈൻ യുദ്ധം 7ാം മാസത്തിലേക്ക് കടക്കുന്നു. റഷ്യൻ അധിനിവേശത്തിനിടയിൽ യുക്രൈനിയൻ സ്ത്രീകൾ സൈന്യത്തിൽ ചേരുന്നു. ഏകദേശം 50,000 സ്ത്രീകൾ ഉക്രൈനിയൻ സായുധ സേനയിൽ യുദ്ധത്തിലും യുദ്ധേതര റോളുകളിലും സേവനമനുഷ്ഠിക്കുന്നതായി റിപ്പോർട്ടുകൾ. ചിലി ലീഡർ പുതിയ ഇസ്രായേൽ അംബാസഡറെ കബളിപ്പിച്ചതിനെ തുടർന്ന് നയതന്ത്രപരമായ തർക്കം രൂക്ഷം. അതേസമയം പാലസ്തീൻ ബാലനെ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയതിനെ തുടർന്ന് ചിലി പ്രസിഡന്റ് ബോറിക് ഇസ്രായേൽ പ്രതിനിധിയുമായുള്ള കൂടിക്കാഴ്ച മാറ്റിവച്ചു. ആരോഗ്യനില മോശമാണെന്ന റിപ്പോർട്ടുകൾക്ക് ശേഷം ഇറാനിലെ ഖമേനി പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. 83 വയസ്സുള്ള ഇറാന്റെ പരമോന്നത നേതാവ് പ്രത്യക്ഷപ്പെടുന്നത് ഗുരുതരമായ അസുഖം ബാധിച്ചതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് ശേഷം. സൗദിയിൽ ഇഖാമ തൊഴിൽ അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ച 16,000 പേരെ അറസ്റ്റ് ചെയ്തതായി സൗദി ആഭ്യന്തര മന്ത്രാലയം. മതിയായ രേഖകൾ ഇല്ലാതെ അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിനിടെ 19 പേരും പിടിയിലായി. UBL ഗ്രൂപ്പിന്റെയും മലയാളി ആർട്സ് ആൻഡ് സ്പോർട്സ് കൾച്ചറൽ സെന്ററിന്റെയും ചെയർമാൻ ബിബി ജോണിന് ഡോക്ടറേറ്റ് ലഭിച്ചു. ദുബായ് മില്ലേനിയം ഹോട്ടലിൽ വെച്ച് നടന്ന ചടങ്ങിൽ ആണ് ബിബി ജോണിന് ഡോക്ടറേറ്റ് സമ്മാനിച്ചത്. സൗദിയിൽ കഴിഞ്ഞ 1 വർഷത്തിലധികമായി സ്പോൺസർ ഹുറൂബ് ആക്കിയതിനാൽ പ്രയാസത്തിൽ കഴിഞ്ഞിരുന്ന രാജീവൻ നവോദയ സാംസ്കാരിക വേദിയുടെ സഹായത്തോടെ നാട്ടിലെത്തി. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിയാണ് ഇദ്ദേഹം. ഖത്തറിൽ വാഹനാപകടത്തിൽ മലയാളി യുവാവ് മരണപ്പെട്ടു. തൃശൂർ ജില്ലയിൽ പെരിഞ്ഞനം സ്വദേശി നാസറാണ് മരിച്ചത്. ചന്ദ്രനിൽ പേടകമെത്തിക്കാൻ UAE-യെ ചൈന സഹായിക്കും. ബഹിരാകാശ രംഗത്തെ സഹകരണത്തിന് ആദ്യമായാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ കരാറിലെത്തുന്നത്. തീവ്രവാദ പ്രവർത്തനങ്ങൾ ചെറുക്കുക രാജ്യാന്തര ചർച്ച സംഘടിപ്പിക്കുവാനൊരുങ്ങി കുവൈറ്റ്. ഭീകരവാദ പ്രവർത്തനങ്ങൾക്കായുള്ള ഫണ്ടിംഗ് തടയാനുള്ള മാർഗങ്ങൾ, ഡിജിറ്റൽ നാണയങ്ങളുമായും അനുബന്ധ അപകടങ്ങളുമായും ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്നിവയിൽ ചർച്ച നടക്കും. ബഹ്റൈനിൽ ആദ്യം മങ്കി പോക്സ് കേസ് സ്ഥിരീകരിച്ചു. അടുത്തിടെ വിദേശത്തു നിന്ന് ബഹ്റൈനിലെത്തിയ 29-കാരനായ പ്രവാസിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇന്ത്യൻ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ സൗദിയിൽ. ദ്വിദിന സന്ദർശനത്തിനിടെ ഇന്ത്യ വിവിധ ഔദ്യോഗിക കൂടിക്കാഴ്ചകൾ നടത്തും. വിശക്കുന്നവരിലേക്ക് അന്നമെത്തിക്കാൻ സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് UAE ഭരണകൂടം. ബ്രെഡ് ഫോർ ഓൾ എന്ന പദ്ധതിയിലൂടെ രാജ്യത്ത് ബ്രെഡ് മെഷീനുകൾ സ്ഥാപിക്കുന്നു. ബഹ്റൈനിൽ സ്വർണ്ണവിലയിൽ വൻ ഇടിവ്. ജ്വല്ലറികളിൽ തിരക്ക് കൂടുന്നു. 1 ഗ്രാമിന് 19,700 ദിനാർ എന്ന നിലയിലാണ് ബഹ്റൈനിൽ ജ്വല്ലറികളിൽ വ്യാപാരം നടക്കുന്നത്. രാജ്യാന്തര എന്റർടൈൻമെന്റ് മാസികയായ വെറൈറ്റിയുടെ ഓസ്കാർ സാധ്യതാ പട്ടികയിൽ ഇടം പിടിച്ച രാജമൗലിയുടെ RRR. മികച്ച വിദേശ ചിത്രം, സംവിധായകൻ, ഒറിജിനൽ സ്കോർ, ഒറിജിനൽ സ്ക്രീൻ പ്ലേ, മികച്ച നടൻ എന്നിങ്ങനെ 5 വിഭാഗത്തിലാണ് ചിത്രത്തിന് നോമിനേഷനുള്ളത്.
രണ്ടാം ദിനവും മികച്ച ബോക്സ് ഓഫീസ് കളക്ഷനുമായി ഗൗതം വാസുദേവ് മേനോന്റെ വെന്തുതനിന്തതുകാട്. ചിമ്പു നായകനായെത്തിയ ചിത്രത്തിന് മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ലഭിക്കുന്നത്. ഓസ്ട്രേലിയൻ മത്സ്യത്തൊഴിലാളി പങ്കുവച്ച ആഴക്കടൽ സ്രാവിന്റെ ചിത്രങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാകുന്നത്. പേടിപ്പെടുത്തുന്ന വലിയ കണ്ണുകളും കൂർത്ത പല്ലുകളുമുള്ള സ്രാവിന്റെ ചിത്രമാണ് മത്സ്യത്തൊഴിലാളിയായ ജേസൺ മോയ്സ് ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. നീണ്ട വർഷങ്ങൾക്ക് ശേഷം രജനീകാന്തും അരവിന്ദ് സ്വാമിയും ഒന്നിക്കുന്നതായി റിപ്പോർട്ടുകൾ. സിബി ചക്രവർത്തി സംവിധാനം ചെയ്യുന്ന തലൈവർ 170 എന്ന ചിത്രത്തിലാണ് ഇരുവരും ഒന്നിക്കുന്നത്. സുരേഷ് ഗോപി ചിത്രം മേഹൂം മൂസയിലെ പുതിയ പോസ്റ്റർ റിലീസ് ചെയ്തു. ജിബു ജേക്കബ് സംവിധാനം ചെയ്യുന്ന ചിത്രം സുരേഷ് ഗോപിയുടെ കരിയറിലെ 253ാം സിനിമയാണ്. സെപ്റ്റംബർ 30-ന് ചിത്രം റിലീസ് ചെയ്യും. ദുൽഖർ സൽമാൻ ചിത്രം ചുപ് റിവഞ്ച് ഓഫ് ദി ആർട്ടിസ്റ്റ് സിനിമാ പ്രേമികൾക്ക് സൗജന്യമായി കാണാൻ അവസരം. സെപ്റ്റംബർ 23-ന് ലോകവ്യാപകമായി തിയേറ്ററുകളിലെത്തുന്ന ചിത്രം റിലീസിന് 3 ദിവസം മുൻപാണ് ഫ്രീ ആയി കാണാനുള്ള അവസരം ആരാധകർക്ക് ലഭിക്കുന്നത്. മലയാളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന മോഹൻലാൽ വൈശാഖ് ചിത്രം മോൺസ്റ്ററിന്റെ റിലീസ് സംബന്ധിച്ചുള്ള പുതിയ റിപ്പോർട്ടുകൾ പുറത്ത്. ചിത്രം ദീപാവലിയോടനുബന്ധിച്ച് ഒക്ടോബർ അവസാനം തിയേറ്ററുകളിലെത്തുമെന്നാണ് റിപ്പോർട്ട്. നിർമ്മാതാവും സംവിധായകനുമായ കൃഷ്ണദേവ് ഷോരെ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നാണ് അന്ത്യം. ആസിഫ് അലിയും നിഖിൽ അവിമലും പ്രധാന വേഷങ്ങളിലെത്തുന്ന ചിത്രം കൊത്തിലെ തേൻതുള്ളി എന്ന ഗാനം പുറത്ത്. കഴിഞ്ഞ ദിവസം ഇതേ ഗാനത്തിന്റെ ലിറിക്കൽ വീഡിയോ പുറത്തെത്തിയിരുന്നു. മണിരത്നം സംവിധാനം ചെയ്യുന്ന പൊന്നിയൻ സെൽവനിലെ ഏറ്റവും പുതിയ ഗാനത്തിന്റെ ലിറിക്കൽ വീഡിയോ പുറത്ത്. സെപ്റ്റംബർ 30-നാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. നിർമ്മിത ബുദ്ധി മനുഷ്യരെ കൊന്നൊടുക്കിയേക്കുമെന്ന ഓക്സ്ഫോർഡിലെയും ഗൂഗിളിലെയും ഗവേഷകർ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യന്റെ വംശനാശത്തിന് കാരണമാകുമെന്നാണ് AI മാഗസിൻ ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ ഇവർ പറയുന്നത്. ഒക്ടോബറിൽ 5G സേവനം ആരംഭിക്കാൻ ജിയോയും എയർടെലും. ഗൂഗിളുമായി ചേർന്ന വിലക്കുറവിൽ 5G സ്മാർട്ട് ഫോണുകൾ രംഗത്തിറക്കാനും ജിയോയ്ക്ക് പദ്ധതിയുണ്ട്. സിനിമാ നിർമ്മാണ രംഗത്തേക്ക് കടന്ന വാട്സ്ആപ്പ്. ആദ്യ നിർമ്മാണ സംരംഭമായ നൈജ ഒഡീസി എന്ന ഹ്രസ്വചിത്രം ആമസോൺ പ്രൈം വീഡിയോയിലും യൂട്യൂബിലുമാണ് പുറത്തിറങ്ങാനിരിക്കുന്നത്. അനാവശ്യമായി ഹോൺ മുഴക്കുന്നതിനെതിരെ കടുത്ത നടപടിക്ക് ഒരുങ്ങുകയാണ് പോലീസ്. അനാവശ്യ ഹോണിന് 2000 രൂപ പിഴ ചുമത്താൻ നിർദ്ദേശം. ഇലോൺ മസ്കിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്പേസ് എക്സിന്റെ വിഭാഗമായ സ്റ്റാർലിങ്ക് അയച്ച 38 സാറ്റലൈറ്റുകൾ അപ്രതീക്ഷിതമായി സൗരപ്രതിഭാസം മൂലം തകർന്നെന്ന റിപ്പോർട്ടുകൾ. ഇതുമൂലം മസ്കിന് ദശലക്ഷക്കണക്കിന് ഡോളർ നഷ്ടം സംഭവിച്ചുവെന്നും റിപ്പോർട്ട്. ബെൻസിന്റെ AMG കരുത്തിൽ പറക്കാൻ നടി അപർണ ബാലമുരളി. ഓൺലൈൻ ഇടങ്ങളിൽ നിന്ന് കൂടുതൽ അക്രമാസക്തമായ വീഡിയോകൾ നീക്കം ചെയ്യുമെന്ന് പ്രധാന ടെക് കമ്പനികൾ. ഓൺലൈനിലെ അക്രമാസക്തമായ ഉള്ളടക്കങ്ങൾക്കെതിരെ നടന്ന വൈറ്റ് ഹൌസ് ഉച്ചകോടിയിലാണ് തീരുമാനം. ഇനി ബൈക്കിൽ പറക്കാം. വിപ്ലവം സൃഷ്ടിക്കാൻ എത്തുന്നു എക്സ്ട്രൂറിസ്മോ. ലോകത്തെ ആദ്യത്തെ ഹോവർ ബൈക്കായി പരിചയപ്പെടുത്താവുന്ന ബൈക്ക് അമേരിക്കയിൽ കന്നിപ്പറക്കൽ നടത്തിക്കഴിഞ്ഞു. ബൈക്ക് അധികം വൈകാതെ ആഗോള മാർക്കറ്റിലും എത്തും. ഹോണർ പാഡ് 8 ഇന്ത്യയിൽ ഉടനെത്തും. 5 മെഗാ പിക്സൽ സിംഗിൾ റിയർ ക്യാമറ സജ്ജീകരിച്ചാണ് ഇതിന്റെ ഫീച്ചർ. മുൻവശത്ത് 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയുടെ
മാരുതി ജിംനിയുടെ കാത്തിരിപ്പിന് വിരാമം. മാരുതി ജിംനി ജനുവരിയിലെത്തും. നെക്സയാണ് വാഹനം വിൽക്കുന്നത്. സ്പാനിഷ് ലീഗിലെ നടപ്പു സീസണിൽ ആദ്യ മാഡ്രിഡ് ഡെർബി ഇന്ന് രാത്രി 12:30 അത്ലറ്റിക്കോ മാഡ്രിഡ് റയൽ മാഡ്രിഡ് പോരാട്ടം നടക്കുക. ആഴ്സണലിന്റെ ഈ മാസത്തെ മികച്ച താരമായി ഗബ്രിയേൽ ജെസൂസ്. 5 കളികളിൽ നിന്ന് 3 ഗോളുകളും 3 അസിസ്റ്റുകളും താരം നേടിയിരുന്നു. സ്പാനിഷ് ലീഗിൽ വിജയം തുടർന്ന ബാഴ്സലോണ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് എൽക്ഷയെ പരാജയപ്പെടുത്തി. പ്രീമിയർ ലീഗിൽ യുണൈറ്റഡ് ന്യൂകാസൽ മത്സരം സമനിലയിൽ. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും 1 ഗോൾ വീതം നേടി. ഓസ്ട്രേലിയക്കെതിരായ 2020 പരമ്പര മുഹമ്മദ് ഷമിക്ക് നഷ്ടമാവും. താരത്തിന് കോവിഡ് സ്ഥിരീകരിച്ചതിനാലാണ് ടീമിൽ നിന്ന് പുറത്തായത്. ജർമ്മൻ ബുണ്ടസ് ലീഗിൽ ആദ്യ തോൽവിക്ക് വഴങ്ങി ബയേൺ മ്യൂണിക്. ലീഗിൽ തുടർച്ചയായി 3 സമനിലകൾക്ക് വഴങ്ങിയ ശേഷമാണ് ടീമിന്റെ തോൽവി. ജർമ്മൻ ബുണ്ടസ് മത്സരത്തിൽ മറ്റൊരു മത്സരത്തിൽ എതിരില്ലാത്ത 1 ഗോളിന് ഷാൽക്കയെ വീഴ്ത്തി ബൊറൂസിയ ഡോർട്ട്മുണ്ട്. യൂസഫ മൊക്കോക്കയുടെ വകയായിരുന്നു ഡോർട്ട്മുണ്ടിന്റെ വിജയ ഗോൾ. ലോകകപ്പിനുള്ള ടീമിനെ പ്രഖ്യാപിച്ച യു എ ഇ സീനിയർ താരം രോഹൻ മുസ്തഫയെ ഒഴിവാക്കിയാണ് ടീമിനെ പ്രഖ്യാപിച്ചത്. CP റിസ്വാനാണ് നായകൻ. ഇന്ത്യ ഓസ്ട്രേലിയ 2020 3 മത്സര പരമ്പരയ്ക്ക് ചൊവ്വാഴ്ച തുടക്കമാകും. ആദ്യ മത്സരം മൊഹാലിയിൽ നടക്കും. ലോകത്തെ ഏറ്റവും വലിയ ഡർബികളിൽ ഒന്നായ ഫ്ലാഫ്ലൂ ഡർബി ഇന്ന് നടക്കും. ഇന്ത്യൻ സമയം രാത്രി 12:30 മാരക്കാന സ്റ്റേഡിയത്തിലാണ് പോരാട്ടം. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.